ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് കോൾഡ്-റാഷസ് ലോ ആണ്. അതിൽ ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് ദ കാൽക്കുലേഷൻ ഓഫ് ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. അത് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. എന്തായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് നമ്മൾ മെഷർ ചെയ്യാം? ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ആണെങ്കിൽ നമ്മളത് ഗ്രാഫ് വരച്ച് ഗ്രാഫിൽ നിന്നും കണ്ടുപിടിക്കും. പക്ഷേ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെത് പ്ലോട്ടിൽ നിന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് നമ്മൾ ഏത് ലോ യൂസ് ചെയ്യുന്നത്? കോൾഡ്-റാഷസ് ലോ യൂസ് ചെയ്യുന്നത്. സോ കോൾഡ്-റാഷസ് ലോ വെച്ചിട്ട് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ലൈക്ക് ഒരു അസറ്റിക് ആസിഡ് നമുക്കറിയാം ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ് എന്നുള്ളത്. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആയ അസറ്റിക് ആസിഡിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇക്വലന്റ് കണ്ടക്റ്റൻസ് ഓഫ് അസറ്റിക് ആസിഡ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റൻസ് ഓഫ് CH3CO മൈനസ്, ദാറ്റ് ഈസ് അതിൻ്റെ ആനയോൺ, പ്ലസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റൻസ് ഓഫ് കാറ്റയോൺ H+. ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടൻസേഷൻ വാല്യൂസ് നമുക്ക് അറിയില്ല എങ്കിൽ എന്താണ് ചെയ്യുക? നമുക്ക് അറിയാവുന്ന സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ വാല്യൂവിൽ നിന്നാണ് കണ്ടുപിടിക്കുക. അത് തന്നെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. CH3COHൻ്റെ ആണെങ്കിൽ സോഡിയം അസറ്റേറ്റിൻ്റെയും HClൻ്റെയും NaClൻ്റെയും ഇത് മൂന്നും സ്ട്രോങ് ആണ്. ഇതിൻ്റെ വാല്യൂവിൽ നിന്നാണ് നമ്മൾ വീക്കായിട്ടുള്ള അസറ്റിക് ആസിഡിനെ കണ്ടുപിടിക്കുന്നത് അല്ല. അപ്പോൾ ആ സ്റ്റെപ്പ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നോക്കാം. ഇനി രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്താ? കാൽക്കുലേഷൻ ഓഫ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കാണാനുള്ള ഇക്വേഷൻ ദാറ്റ് ഈസ് ആൽഫ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൽഫ ഈക്വൽ ടു മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് എ കോൺസെൻട്രേഷൻ C ഡിവൈഡഡ് ബൈ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആണ് അല്ലേ. അപ്പം നമുക്ക് ഈ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് നമ്മൾ കോൾഡ്-റാഷസ് ലോ വെച്ച് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കോൾഡ്-റാഷസ് ലോ വെച്ച് കണ്ടുപിടിക്കുക അല്ലേ. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അറ്റ് എ കോൺസെൻട്രേഷൻ C നമുക്ക് തരും. അപ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. ഇതാണ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. ഇനി മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്താണ്? Determination of the solubilities and solubility product of sparingly soluble salt. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹെഡിങ് കണ്ടാൽ മനസ്സിലാവും എന്താ സ്പെയറിംഗ്ലി സോളിബിൾ സാൾട്ട്. സ്പെയറിംഗ്ലി വെച്ചാൽ പാർഷ്യലി എന്നാണ് അർത്ഥം. കുറച്ച് മാത്രം സോളിബിൾ ആവുക, ബാക്കിയുള്ളത് അതിൽ അലിയാതെ കിടക്കുക. അതിനാണ് നമ്മൾ സ്പെയറിംഗ്ലി സോളിബിൾ എന്ന് പറഞ്ഞാൽ. സോ ആ ഒരു സ്പെയറിംഗ്ലി സോളിബിൾ ആയിട്ടുള്ള സോൾട്ടിൻ്റെ സോളിബിലിറ്റി പ്രൊഡക്റ്റും സോളിബിലിറ്റിയും കാണാനുള്ള ഇക്വേഷൻ അതെങ്ങനെയാണ് കിട്ടാൻ നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് കാപ്പ എന്തായിരുന്നു? കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു G എന്ന് പറഞ്ഞാൽ കണ്ടക്റ്റൻസ് ആണ് ഇൻറ്റു G* എന്തായിരുന്നു? സെൽ കോൺസ്റ്റൻറ്റ് L/A അല്ലേ. അപ്പോൾ കണ്ടക്ടിവിറ്റി ഈക്വൽ ടു G ഇൻറ്റു G* ആണ്. G* എന്ന് പറഞ്ഞാൽ L/A, സെൽ കോൺസ്റ്റൻറ്റ് പറഞ്ഞാൽ L/A ആണ്. ഇനി നമുക്കറിയാം ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിൻ്റെ ഇക്വേഷൻ എന്താ? കണ്ടക്ടിവിറ്റി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ C കോൺസെൻട്രേഷൻ ആണ്. ആൻഡ് ഹിയർ ഇവിടെ നമ്മൾ കോൺസെൻട്രേഷന് പകരം എന്താണ് എടുക്കുന്നത്? സോളിബിലിറ്റി S ആണ് എടുക്കുന്നത്. ഇനി നമുക്ക് എന്ത് കാണാനുള്ള ഇക്വേഷനാണ് ഇവിടെ കിട്ടേണ്ടത്? S കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ അതെങ്ങനെയാണ്? അതിൽ നിന്ന് S കാണാനുള്ള ഇക്വേഷൻ ഇങ്ങോട്ട് എടുത്തെഴുതാലോ. എന്താ കിട്ടുക? S ഈക്വൽ ടു K ഇൻറ്റു 1000 ഡിവൈഡ് ബൈ ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റൻസ്. AgCl ആയ കാരണം AgCl എന്ന് കിട്ടും. ഇവിടെ ഒരു ബോക്സ് വരച്ച് വെക്കുകയാണ് ടെക്സ്റ്റിൽ. ഓക്കെ. ഇനി ഈ AgCl എന്ന് പറഞ്ഞാൽ സിൽവർ ക്ലോറൈഡ് ആണ്. അതെന്ന് പറഞ്ഞാൽ ഒരു സ്പെയറിംഗ്ലി സോളിബിൾ സാൾട്ട് ആണ്. അപ്പോൾ ഒരു സ്പെയറിംഗ്ലി സോളിബിൾ സാൾട്ടിൻ്റെ സോളിബിലിറ്റി കാണാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇവിടെ പറയുന്നത്, സിൽവർ ക്ലോറൈഡ് വെച്ചിട്ട്. സോ നമുക്കറിയാം ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് AgCl അതെങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക? കോൾഡ്-റാഷസ് ലോ വെച്ചിട്ട് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് Ag പ്ലസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് Cl മൈനസ്. ഇതെല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഓക്കെ. ഇനി ഇത് വെച്ചിട്ട് ഇവിടെ ഈ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിൻ്റെ വാല്യൂ നമ്മൾ കോൾഡ്-റാഷസ് ലോ വെച്ച് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? സോളിബിലിറ്റി കണ്ടുപിടിക്കും. അപ്പോൾ സോളിബിലിറ്റി കാണാനുള്ള ഇക്വേഷനായി. ഇനി എന്താ അറിയേണ്ടത്? സോളിബിലിറ്റി പ്രൊഡക്റ്റ് കാണാനുള്ള ഇക്വേഷൻ. സോളിബിലിറ്റി പ്രോഡക്റ്റ് KSP എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സോളിബിലിറ്റി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതിലെ ഓരോ അയോണിൻ്റെയും മോളാർ കോൺസെൻട്രേഷൻ ആണ്. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Ag പ്ലസ് ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Cl മൈനസ്. അപ്പോൾ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Ag പ്ലസ് എന്ന് പറഞ്ഞാൽ S ആണ്, സോളിബിലിറ്റി ആണ്. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Cl മൈനസും S ആണ്, സോളിബിലിറ്റി. സോ S ഇൻറ്റു S എന്തായി മാറും? S² ആയിട്ട് മാറും. സോ നമുക്ക് സോളിബിലിറ്റി കാണാനുള്ള ഇക്വേഷനും കിട്ടി, സോളിബിലിറ്റി പ്രൊഡക്റ്റ് കാണാനുള്ള ഇക്വേഷനും കിട്ടി. ഇതാണ് മൂന്നാമത്തെ ആപ്ലിക്കേഷൻ. ഇനി നാലാമത്തെ ആപ്ലിക്കേഷനാണ് ഡിറ്റർമിനേഷൻ ഓഫ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ. അപ്പോൾ എന്താ അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ? ആ പേര് തന്നെ ഉണ്ട്, അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ അയോൺസിൻ്റെ പ്രൊഡക്റ്റ്. സോ വാട്ടർ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? H++ ആൻഡ് OH- ആയിട്ട്. സോ
KW ആണ് നമ്മൾ അയോണിക് പ്രൊഡക്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ KW ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് OH- ആണ്. ഈ ഇക്വേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ. ഇനി അയോണിക് പ്രൊഡക്റ്റ് എങ്ങനെയാണ് കോൾറാഷസ് ലോ വെച്ച് കണ്ടുപിടിക്കുക എന്നതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്കിവിടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് H2O കണ്ടുപിടിക്കണം കോൾറാഷസ് ലോ വെച്ചിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് കാണാം? മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ഓഫ് H+ പ്ലസ് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ഓഫ് OH- ആണ്. അപ്പോൾ ഇവിടെ ഈ രണ്ട് വാല്യൂ നമുക്ക് കിട്ടണം. ആ രണ്ട് വാല്യൂ തന്നിട്ടുണ്ട്. ഒന്ന് 349.8ഉം ഒന്ന് 198.51. ഈ രണ്ട് വാല്യൂ തന്നിട്ടുണ്ട്. അത് രണ്ട് കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 548.3 ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് കിട്ടിയിരിക്കുന്നത്. സോ നമുക്കിപ്പോൾ വാട്ടറിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കിട്ടി. ഇനി പ്യുവർ വാട്ടറിൻ്റെ കണ്ടക്ടിവിറ്റി ദാറ്റ് മീൻസ് കാപ്പ എന്ന് വിളിക്കുന്നതും ഒരു കോൺസ്റ്റൻ്റ് ആണ്. അത് നിങ്ങൾക്ക് തരും 5.54 × 10⁻⁸ ആണ്. അപ്പോൾ നമുക്കറിയാം ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് വാട്ടർ കാണാനുള്ള ഇക്വേഷൻ എന്താ? ലാംഡ എം അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ K/V ആണ് അല്ലേ? അപ്പോൾ നമ്മളിവിടെ V ആണ് കാണേണ്ടത്, വോളിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഈ ഇക്വേഷനിൽ V കാണുക, ലാംഡ M0 H2O ഡിവൈഡഡ് ബൈ K ചെയ്താൽ V കിട്ടും. അപ്പോൾ നമുക്ക് ഈ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ കണ്ടുപിടിച്ചു. ഇത് ഓൾറെഡി കോൺസ്റ്റൻ്റ് ആയ കാരണം തന്നു. അപ്പോൾ രണ്ടും ചെയ്തു. നമുക്ക് വോളിയം കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വോളിയം ഓഫ് വാട്ടറിൽ എത്ര H+ അയോൺസും എത്ര OH- അയോൺസും ഉണ്ടാകും? അതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. അതായത് 548.3 divided by 5.54 × 10⁻⁻⁷ cm³ of water contain 1 mole of H+ and 1 mole of OH-. ഓക്കെ, അപ്പോൾ ഇത്രയും വോളിയത്തിൽ എന്തേ ഉള്ളൂ? 1 mole of H+ഉം 1 mole of OH- ആണുള്ളത്. നമുക്ക് വേണ്ടത് 1 cm³ ഓഫ് വാട്ടറിൽ എത്ര H+ഉം എത്ര OH- ആണുള്ളതെന്നാണ്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഞാനിവിടെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നത് പ്രകാരം 548.3 divided by 5.54 × 10⁻⁸ cm³ ഓഫ് വാട്ടറിൽ 1 mole of H+ഉം 1 mole of OH- ആണുള്ളത്. എങ്കിൽ നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞു വെച്ചാൽ 1 cm³ ഓഫ് വാട്ടറിൽ എത്ര മോൾ ഓഫ് H+ഉം എത്ര മോൾ ഓഫ് OH- ഉണ്ട് എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ നമുക്ക് x ഡിവൈഡഡ് ബൈ 1 ഈക്വൽ ടു ദിസ് ഡിവൈഡ് ബൈ ദിസ് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് x ഡിവൈഡഡ് ബൈ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 548.3 ഡിവൈഡഡ് ബൈ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇടാം അല്ലേ? ദാറ്റ് ഈസ് 5.54 × 10⁻⁸. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ ഒന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടും 1.01 × 10⁻⁻10 മോളിൽ. അപ്പോൾ എന്താ ഇപ്പോൾ കിട്ടിയത്? 1 cm³ ഓഫ് വാട്ടറിൽ 1.01 × 10⁻⁻10 മോൾ ഓഫ് H+ഉം അത്രയും തന്നെ OH- അയോൺസും ഉണ്ട്. ഇപ്പോൾ നമ്മൾ 1 cm³ കേസല്ലേ പറഞ്ഞത്. നമുക്ക് വേണ്ടത് 1 dm³ ഓഫ് വാട്ടറിൽ എത്ര മോൾ H+ഉം OH- ഉണ്ടെന്നാണ്. അപ്പോൾ നമ്മളിതിനെ ഇനി 1 dm³ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇപ്പം കിട്ടിയ ആൻസറിന് ഇൻറ്റു 1000 ചെയ്താൽ മതി. ഓക്കെ, ഇൻറ്റു 1000 ചെയ്യാം. അപ്പോൾ നമുക്ക് 1.01 × 10⁻⁷ മോളിന് കിട്ടി. ഇപ്പോൾ നമുക്ക് H+ൻ്റെ കോൺസെൻട്രേഷൻ, അതായത് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H+ എന്ന് പറഞ്ഞാൽ 1 dm³ ഓഫ് വാട്ടറിലുള്ള H+ൻ്റെ കോൺസെൻട്രേഷനെയാണ്. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് മീൻസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ് 1.01 × 10⁻⁷ ആണ്. OH- സെയിം വാല്യൂ ആണ്. ഇനി നമുക്ക് ഈസി ആയിട്ട് അയോണിക് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? KWൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് OH-. ഈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H+ ചെയ്യാനാണ് നമ്മളിപ്പോൾ ഇത്രയും വലിയ സ്റ്റെപ്പ് ചെയ്തത്. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H+ൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ 1 dm³ ഓഫ് വാട്ടറിലുള്ള H+ൻ്റെ മോളാണ്. ഇത്ര മോൾ ഓഫ് H+ ഉണ്ടെന്നാ. അതാണ് ഇത്രയും സ്റ്റെപ്പ് വഴി നമ്മൾ കണ്ടുപിടിച്ചത്. എത്ര കിട്ടിയത്? 1.01 × 10⁻⁷ ആണ്. OH- അയോൺസും അത്രയുണ്ടെന്ന് തന്നെ. അപ്പോൾ ലാസ്റ്റ് ആൻസർ എത്ര കിട്ടി? 1.02 × 10⁻14 മോൾ സ്ക്വയർ ഡെസിമീറ്റർ⁻⁻6. ഇങ്ങനെയാണ് നമ്മൾ അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ കോൾറാഷസ് ലോ വെച്ച് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കുക. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നോട്ടിലേക്ക് എഴുതിയെടുക്കുക. The molar ionic conductance at infinite dilution of Mg2+ and Cl- ions are respectively 106 and 76.25 at a certain temperature. Calculate the molar conductance at infinite dilution of magnesium chloride solution at that temperature. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇതിൽ തന്ന കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കണം.
അപ്പോൾ ഫസ്റ്റ് വൺ നിങ്ങൾ ചെയ്യേണ്ടത് മെഗ്നീഷ്യം ക്ലോറൈഡ് ആണ് തന്നത് അല്ലേ. അപ്പോൾ മെഗ്നീഷ്യം ക്ലോറൈഡിൻ്റെ കോൾറേഷ്യസിൽ എഴുതണം. അതായത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാണാനുള്ള ഇക്വേഷൻ എഴുതണം. അത് ഇതാണ്, ആദ്യം തന്നെ ഇത് എഴുതിയെടുക്കുക. അപ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ഓഫ് MgCl2 എന്ന് പറഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് Mg2++ 2 ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Cl- അയോൺസ് ആണ്. അപ്പോൾ ഇവിടെ Mg2+ അയോൺസിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്, 106 ആണ് തന്നിട്ടുണ്ട്. അതുപോലെ Cl- അയോൺസിന് തന്നിട്ടുണ്ട്, എത്രയാ 76.25 ആണ്. ഇത് ഇൻറ്റു 2 ചെയ്യണേ, മറന്നു പോകരുത്, ഇക്വേഷനിൽ 2 ഉണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? ഇവിടെ നമ്മൾ 106 കൊടുക്കണം, ഇവിടെ 2 ഇൻറ്റു എന്ത് കൊടുക്കണം? 76.25. അപ്പോൾ നമുക്ക് ആൻസർ 258.5 കിട്ടും. യൂണിറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ അത് ഈസിയാണ്. കോൾറാഷ്യസ് ലോ വെച്ച്, കോൾറാഷ്യസ് ലോ എന്താണെന്ന് അറിയുകയാണെങ്കിൽ ഒരു 3 സ്റ്റെപ്പ് വഴി നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഇനി നെക്സ്റ്റ് പേജ് നമ്പർ 175 എടുക്കാം. അതിൽ കാണാം അതർ അപ്ലിക്കേഷൻസ് ഓഫ് കണ്ടക്ടൻസ് മെഷർമെൻറ്റ്സ്. അതായത് കണ്ടക്ടൻസ് മെഷർ ചെയ്യുന്നത് കൊണ്ടുള്ള അപ്ലിക്കേഷൻസ്. ഒന്നാമത്തെ അപ്ലിക്കേഷൻ നമ്മൾ കോൾറാഷ്യസ് ലോ വെച്ചിട്ടുള്ള അപ്ലിക്കേഷനാണ് പറഞ്ഞത്. ഇനി അതർ അപ്ലിക്കേഷൻസിൽ നമ്മൾ പറയാൻ പോകുന്നത് ടൈട്രേഷന് നമുക്ക് എങ്ങനെ കണ്ടക്ടൻസ് മെഷർ ചെയ്തുകൊണ്ട് എൻഡ് പോയിന്റ് കണ്ടുപിടിക്കാം എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനെയാണ് കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ലാബിൽ വോളിമെട്രിയിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ കേട്ട് കാണും കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻസ് എന്ന്. സോ ഇവിടെ നമ്മൾ കണ്ടക്ടൻസ് മെഷർ ചെയ്തിട്ടാണ് എൻഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നത്. നിങ്ങൾ ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻസ് ഒക്കെ കേട്ട് കാണും അല്ലേ. അപ്പോൾ അതിൽ ഇൻഡിക്കേറ്ററായിട്ട് മീഥൈൽ, ഓറഞ്ച്, ഫിനോഫ്തലിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇനി കണ്ടക്ടൻസ് മെഷർ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് എൻഡ് പോയിന്റ് കണ്ടുപിടിക്കുക എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എൻഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നത് ടൈട്രേഷൻ ചെയ്തിട്ട് അതിൻ്റെ കളർ ചേഞ്ച് വെച്ചിട്ടൊന്നുമല്ല, പകരം നമുക്ക് കിട്ടുന്ന വാല്യൂസ് വെച്ച് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കും. ഇങ്ങനെ എക്സ് ആക്സിസും വൈ ആക്സിസും ഒക്കെ ഉള്ളൊരു ഗ്രാഫ് വരയ്ക്കും. അതിൽ വൈ ആക്സിൽ കണ്ടക്ടൻസും എക്സ് ആക്സിസിൽ വോളിയുമാണ് നമ്മൾ വരയ്ക്കുക. എന്നിട്ട് ഈ ഗ്രാഫിൽ നിന്നാണ് നമ്മൾ എൻഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യം ഇതാണ് നമ്മളെ ടൈട്രേഷൻ സെല്ല്. ടൈട്രേഷൻ ചെയ്യാൻ പോകുന്ന ഒരു അപ്പാരറ്റസ് ആണ് ഇത്. ഇതിൽ ഈ കണ്ടക്ടോമെട്രിക് സെല്ലിൽ, ഈ ടൈട്രേഷൻ സെല്ലിൻ്റെ ഉള്ളിൽ നമ്മൾ ആസിഡാണ് എടുക്കുക. ഓക്കെ, ഒരു ആസിഡ് ആൽക്കലി ടൈട്രേഷൻ ആണ് ചെയ്യുന്നത് എങ്കിൽ ഈ സെല്ലിൻ്റെ ഉള്ളിൽ എന്താ എടുക്കുക? ആസിഡ്, ഓൾവേസ് ആസിഡാണ് എടുക്കുക. എന്നിട്ട് ഇതാണ് ബ്യൂററ്റ് കൂടെയാണ് നമ്മൾ ആൽക്കലി അല്ലെങ്കിൽ ബേസ്, അതും ഡ്രോപ്പ് വൈസ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കാണാം ആസിഡ് ആൽക്കലി ടൈട്രേഷൻസ് എന്ന്. ഈ ഒരു പാരഗ്രാഫിൽ എന്താ പറയണതെന്ന് വെച്ചാൽ കണ്ടക്ടോമെട്രിക് സെല്ലിൻ്റെ ഉള്ളിലെ ആസിഡും ബ്യൂററ്റ് വഴി ആൽക്കലി ഡ്രോപ്പ് വൈസ് ആഡ് ചെയ്യാണ്. ഓരോ ml വീതം ആഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ കണ്ടക്ടൻസ് മെഷർ ചെയ്യും. അതാണ് പ്ലോട്ടിൽ വരയ്ക്കാൻ പോകുന്നത്. സോ അതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയണത്. ഇനി ഇവിടെ കാണാം സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ. ഇനി നമ്മൾ ടൈട്രേഷൻ തുടങ്ങാൻ പോവാണ്. ഓരോ ടൈപ്പിലും എങ്ങനെയാണ് ഈ പ്ലോട്ട് വരയ്ക്കുക എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ. അപ്പോൾ ഒരു സ്ട്രോങ് ആസിഡിന് എക്സാമ്പിളാണ് ഏത്? HCl. ഒരു സ്ട്രോങ് ബേസിന് എക്സാമ്പിൾ ഏതാ? NaOH. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻസ് ഞാൻ എഴുതി കാണിക്കാം. ഇതാണ് സ്ട്രോങ് ആസിഡ് വേഴ്സസ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ ആണ്. നമ്മളിവിടെ HCl ടൈട്രേഷൻ സെല്ലിൻ്റെ ഉള്ളിലും NaOH ബ്യൂററ്റ് വഴി ഡ്രോപ്പ് വൈസ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻ എന്താ? HCl ഉം NaOHും കൂടെ റിയാക്ട് ചെയ്തിട്ട് NaCl ഉം H2Oയുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇനീഷ്യലി ഈ കർവ് ഞാൻ കാണിക്കാം. ഇതാണ് നമ്മൾ കണ്ടക്ടൻസ് വേഴ്സസ് വോളിയം ഓഫ് ആൽക്കലി കർവ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇനീഷ്യലി ഇവിടെ ഡിക്രീസ് ആണ് കാണുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ ഡിക്രീസ് വരാൻ കാരണം? ആദ്യം നമ്മൾ HCl നമ്മൾ സെല്ലിനുള്ളിൽ അല്ലേ, ബ്യൂററ്റ് എന്താ പറയുക, ബീക്കറിൽ എന്ന് പറയാം, ആ ഒരു സെല്ലിൻ്റെ ഉള്ളിലെടുത്തു. അപ്പോൾ ആദ്യം ഇവിടെ നോക്കിയാൽ മനസ്സിലാവും H+ അയോൺസ് ആണ് ഉള്ളത്. ഈ H+ അയോൺസിലേക്ക് നമ്മൾ NaOH സൊല്യൂഷൻ ആഡ് ചെയ്യുന്ന സമയത്ത് H+ എന്ന് പറയുന്ന കാറ്റയോണിനെ Na+ എന്ന് പറഞ്ഞ ആനയോൺ റീപ്ലേസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ H+ന് എന്താണ്? സ്പീഡ് കൂടുതലാണ്, ഹൈ സ്പീഡാണ്. Na+നോ സ്പീഡ് ലോ ആണ്, സ്പീഡ് കുറവാണ്. അപ്പോൾ ഈ സ്പീഡ് കൂടുതലുള്ള H+ അയോൺസിനെ നമ്മൾ NaOH ആഡ് ചെയ്യുന്നതിനനുസരിച്ച് സ്പീഡ് കുറവുള്ള Na+ അയോൺസ് റീപ്ലേസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ അയോൺസിൻ്റെ സ്പീഡ് കൂടുമ്പോഴാണ് കണ്ടക്ടൻസ് കൂടുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? സ്പീഡ് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടക്ടൻസ് വേഴ്സസ് വോളിയം ഒരു പ്ലോട്ട് വരയ്ക്കുകയാണെങ്കിൽ ആദ്യം കണ്ടക്ടൻസ് കുറഞ്ഞ് വോളിയം കൂടുന്നതിനനുസരിച്ച് കണ്ടക്ടൻസ് കുറഞ്ഞ് വരും. അതിനുശേഷം ഒരു പോയിന്റ് എത്തിയാൽ കണ്ടക്ടൻസ് പെട്ടെന്ന് കൂടുന്നതും കാണാം. അതെന്താ ഇങ്ങനെ ഇൻക്രീസ് വരാൻ കാരണം? അപ്പോൾ നമ്മൾ HClലേക്ക് NaOH ആഡ് ചെയ്ത് ഒരു ലിമിറ്റിംഗ് പോയിന്റ് എത്തുന്ന സമയത്ത് എല്ലാ H+നെയും Na+ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു.
ഓക്കെ, ഇനി പഠനം HCl ഇല്ല, നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ആരേ ഉള്ളൂ, NaOH മാത്രമേ ഉള്ളൂ. ആ NaOH തന്നെ Na+ഉം OH- ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്, ഡിസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആര് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്? ഈ സ്പീഡ് കൂടുതലുള്ള OH- അയോൺസ് ആയിരിക്കും പിന്നെ കൂടുതലുണ്ടാവുക. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു ഡിക്രീസ് കാണിക്കാൻ കാരണം സ്പീഡ് കൂടി H+നെ സ്പീഡ് കുറഞ്ഞ Na+ റീപ്ലേസ് ചെയ്യുമ്പോൾ കണ്ടക്റ്റൻസ് കുറയുന്ന കാരണം ഡിക്രീസ് കാണിച്ചു. പിന്നെ ഒരു ഇൻക്രീസ് കാണിക്കാൻ കാരണം പിന്നെ അവിടെ ന്യൂട്രലൈസേഷൻ ഫുള്ള് കഴിഞ്ഞതിന് ശേഷം OH- സ്പീഡ് കൂടുതലുള്ള OH- അയോൺസ് മാത്രമേ പിന്നെ അവിടെ ഉള്ളൂ. അപ്പോൾ അവിടെ കണ്ടക്റ്റൻസ് കൂടും. സ്പീഡ് കൂടുമ്പോൾ കണ്ടക്റ്റൻസ് കൂടും. അയോൺസിൻ്റെ സ്പീഡ് കൂടുകയാണെങ്കിൽ അപ്പോൾ അവിടെ കണ്ടക്റ്റൻസ് കൂടും. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലോട്ടാണ് ആദ്യം കിട്ടുക. നമുക്ക് എൻ പോയിന്റ് കിട്ടണ്ടേ, ഈ പ്ലോട്ടിൽ നിന്നാണ് എൻ പോയിന്റ് കിട്ടുക എന്ന് പറഞ്ഞു. ടൈട്രേഷൻ്റെ ബീക്കറിൽ നിന്നോ സെല്ലിൽ നിന്നോ ഒന്നും നമുക്ക് എൻ പോയിന്റ് കിട്ടില്ല. ഈ ഒരു പ്ലോട്ട് വരച്ചാലേ കിട്ടൂ. എങ്ങനെ കിട്ടുക നോക്കാം. ഇപ്പം കിട്ടിയ സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് വരയ്ക്കുക, താഴേക്ക് വരയ്ക്കുക. അതുപോലെ ഈ ഒരു പോയിന്റ് ഒന്ന് താഴേക്ക് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നൊരു പോയിന്റ് കാണാമല്ലോ. ഇതാണ് ഇതിൻ്റെ എൻ പോയിന്റ്. ഇതിങ്ങനെ താഴോട്ട് വരച്ചാൽ നമുക്ക് ഏത് വോളിയത്തിലാണ് എന്നുള്ളത് കിട്ടും. കണ്ടക്റ്റൻസ് ഹൈയിലെന്ന് കിട്ടും. സോ ദിസ് ഇസ് അവർ എൻ പോയിന്റ്. ഇങ്ങനെയാണ് നമ്മൾ ഓരോ പ്ലോട്ടിലും അല്ലെങ്കിൽ ഓരോ ആൽക്കലി ആസിഡ് ടൈട്രേഷനിലും ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷനാണ് ഒന്നാമത്തെ ടൈപ്പ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് പറയാൻ പോകുന്നത് വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷനാണ്. ഒരു വീക്ക് ആസിഡിന് എക്സാമ്പിൾ പറഞ്ഞാൽ ഏതൊക്കെയും പറയാം. അസറ്റിക് ആസിഡ് CH3COOH പ്ലസ്. ഒരു സ്ട്രോങ് ബേസിന് എക്സാമ്പിൾ ചെയ്തിരിക്കും NaOH. ഇവർ രണ്ടും കൂടെ റിയാക്ട് ചെയ്താൽ എന്താ ഉണ്ടാവുക? CH3COONAയും പ്ലസ് Hഉം OHും കൂടെ H2Oയും ഇതാണ് ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ കർവ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഇതാണ് നമ്മളെ കർവ്. ഇവിടെ ഫസ്റ്റ് കാണാം കണ്ടക്റ്റൻസ് ആദ്യം ഒന്ന് ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇവിടെ ഇൻക്രീസ് വരാൻ കാരണം H+ അല്ല, ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് സോഡിയം അസറ്റേറ്റ് ആണ്. ഈ അസറ്റിക് ആസിഡിനെ വെച്ച് നോക്കുമ്പം സോഡിയം അസറ്റേറ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് സോൾട്ട് ആണ് അല്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇത് നമ്മൾ എവിടെ എടുക്കുക? ആസിഡ് ഓൾവേസ് കണ്ടക്റ്റൻസ് സെല്ലിലാണ് എടുക്കുക, ബേസ് ഓൾവേസ് ബ്യൂററ്റിലാണ് എടുക്കുക അല്ലേ. അപ്പോൾ നമ്മൾ ബ്യൂററ്റിൽ നിന്ന് ഈ NaOH ഇതിലേക്ക് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ഈ സോൾട്ട് സോഡിയം അസറ്റേറ്റ് തന്നെ സോൾട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ സോഡിയം അസറ്റേറ്റ് ഒരു സ്ട്രോങ് സാൾട്ടായ കാരണം കംപ്ലീറ്റ് അയണൈസേഷൻ സംഭവിക്കും, കൂടെ അപ്പം കണ്ടക്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അതാണ് ഇവിടെ ഒരു ഇൻക്രീസ് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് കണ്ടക്റ്റൻസ് ഇൻക്രീസ് ചെയ്യും, അതിനുശേഷം ഒരു ഹൈ ഇൻക്രീസ്, പിന്നെയും ഒരു ഇൻക്രീസ് ആണ് കാണിക്കുന്നത്. അതിൻ്റെ കാരണം എന്തായിരിക്കും? ഇതല്ലേ നമ്മൾ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ ആദ്യം CH3COH മൊത്തമായിട്ടും NaOH റിയാക്ട് ചെയ്തിട്ട് സോഡിയം അസറ്റേറ്റ് ഉണ്ടായി കഴിഞ്ഞു. അതിലേക്ക് വീണ്ടും NaOH ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആര് വരും? ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള OH- അയോൺസ് വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ അയോൺസിൻ്റെ സ്പീഡ് കൂടുമ്പോൾ വീണ്ടും കണ്ടക്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ സോളിഡ് ആയിട്ട് വരച്ചിരിക്കുന്ന ലൈൻസ് ഒന്ന് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് ആ സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ മീറ്റ് ചെയ്യുന്ന ഒരു ഇൻ്റർസെക്ഷൻ കിട്ടും. അതാണ് നമ്മൾ എൻഡ് പോയിന്റ്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ടൈപ്പ് ടൈട്രേഷൻ നോക്കാം. സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷൻ. സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷൻ. ഒരു സ്ട്രോങ് ആസിഡിന് എക്സാമ്പിൾ ആണ് HCl പ്ലസ് വീക്ക് ബേസിൻ്റെ എക്സാമ്പിൾ എന്താ? NH4OH. അപ്പോൾ ഇത് രണ്ടും കൂടെ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? NH4Cl പ്ലസ് H2O. എന്തായാലും ബൈ പ്രൊഡക്റ്റ് ആരായിരിക്കും? H2O ആയിരിക്കും അല്ലേ. NH4 പ്ലസ് H2O കിട്ടും. ഇനി ഇതിൻ്റെ പ്ലോട്ട് എങ്ങനെയാണ് വരിക നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷൻ്റെ പ്ലോട്ട്. അപ്പോൾ ആദ്യത്തിലൊരു ഡിക്രീസ് ആണ് കാണുന്നത്. ഇതൊരു ഡിക്രീസ് കാണാൻ കാരണം നമുക്ക് ഒറ്റയടിക്ക് നോക്കിയാൽ മനസ്സിലാവും. ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള H+, സ്ലോ മൂവിങ് ആയിട്ടുള്ള NH4+ അയോൺസ് റീപ്ലേസ് ചെയ്യാണ് അല്ല. അപ്പോൾ നമ്മൾ HClലേക്ക് NH4OH ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പം H+ മാറ്റിയിട്ട് അവിടെ മൊത്തം NH4+ വരുവാണ്. അങ്ങനെയാണ് ഇവിടെ ഫസ്റ്റ് കണ്ടക്റ്റൻസ് ഡിക്രീസ് ചെയ്യാൻ കാരണം. H+നെ NH4+ റീപ്ലേസ് ചെയ്യുന്നത് കാരണം. പിന്നെ ഒരു സ്റ്റഡി ആയിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ലൈനാണ് കാണുന്നത്. ഈ കോൺസ്റ്റൻറ്റ് ലൈനിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ HClനെ മൊത്തം ഈ NH4OH റിയാക്ട് ചെയ്തിട്ട് NH4Cl ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കി അവിടെ പിന്നെ ആരേ ഉള്ളൂ? വീണ്ടും ആഡ് ചെയ്യുമ്പം HCl അവിടെ റിയാക്ട് ചെയ്യാൻ ഇല്ല, പകരം NH4OH ആണ് വീണ്ടും വരുന്നത്. അപ്പോൾ ഈ NH4OH എന്ന് പറയുന്നത് ഒരു വീക്ക് ആയിട്ടുള്ള ബേസ് ആണ്. അതിൻ്റെ ഡിസോസിയേഷൻ എന്താണ്? സ്ലോ ആണ് അല്ലെങ്കിൽ കുറവാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ലൈൻ കാണുന്നത്. ഇതിനെ കൂട്ടിമുട്ടി വരയ്ക്കുമ്പോൾ നമുക്ക് ഇതിന് എൻഡ് പോയിന്റ് കിട്ടും. ഓക്കെ, അടുത്ത
ടൈട്രേഷനാണ് വീക്ക് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷൻ. വീക്ക് ആസിഡ് വീക്ക് ബേസിൻ്റെ എക്സാമ്പിൾ ഏതാ? വീക്ക് ആസിഡ് അസറ്റിക് ആസിഡ്, വീക്ക് ബേസ് NH4OH. ഇത് രണ്ടും കൂടെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് CH3CO NH4+ H2O ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്ലോട്ടിനൊരു പ്രത്യേകത ഉണ്ട്. ആദ്യം ഒരു ഡിക്രീസ്, പിന്നെ ഒരു ഇൻക്രീസ്, പിന്നെ ഒരു കോൺസ്റ്റൻറ്റ്, ഇങ്ങനെ 3 സെക്ഷൻസ് ആയിട്ട് കാണാം. അപ്പോൾ ആദ്യം ഇവിടെ ഒരു ഡിക്രീസ് വരുന്നുണ്ട്. ഈ ഡിക്രീസിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും വീക്കാണ്. അപ്പോൾ വീക്കായിട്ടുള്ള ഇലക്ട്രോലൈറ്റിൻ്റെ ഡിസോസിയേഷൻ കുറവാണ്. അപ്പോൾ അവിടെ കണ്ടക്റ്റൻസും കുറവായിരിക്കുമല്ലോ. അതാണ് ആദ്യം ഒരു ഡിക്രീസ് കാണിക്കാൻ കാരണം. പിന്നെ ഒരു ഇൻക്രീസ് വരാൻ കാരണം ഇവിടെ മോർ അയണൈസ്ഡ് സോൾട്ട് ഫോം ചെയ്യുന്നുണ്ട്. ഈ സോൾട്ട് ഉണ്ടല്ലോ, അമോണിയം അസറ്റേറ്റ്, ഇത് മോർ അയണൈസ്ഡ്, ദാറ്റ് മീൻസ് ഒരു സ്ട്രോങ് ആണ്. ഇതിങ്ങനെ കൂടിക്കൂടി വരുന്നത് കാരണം, സ്ട്രോങ് ആയ കാരണം കണ്ടക്റ്റൻസ് കൂടും. അപ്പോൾ ഇവിടെ ഒരു ഇൻക്രീസ് കാണിക്കും. അതിനുശേഷം ഈ കോൺസ്റ്റൻറ്റ് ലൈൻ വരാൻ കാരണം എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കും. ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് ലൈൻ വരാൻ കാരണം എന്തായിരുന്നു? നമ്മളിവിടെ വീക്കിലേക്ക് വീക്ക് ആഡ് ചെയ്തു, ഇവിടെയും വീക്ക് വന്നു. അതായത് ഈ അസറ്റിക് ആസിഡ് മൊത്തമായിട്ടും NH4OH ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ഈ ബ്യൂരിട്ടുന്ന NH4OH മാത്രമല്ലേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവിടെ വീക്കായിട്ടുള്ള NH4OH മാത്രമേ ഉള്ളൂ. അതിന് അയണൈസേഷൻ സ്ലോ ആണ്, അല്ലെങ്കിൽ ഫീബ്ലി അയണൈസ്ഡ് ആണെന്ന് പറയാം, കുറവാണ് അയണൈസേഷൻ. അതുകൊണ്ടാണ് കോൺസ്റ്റൻറ്റ് ലൈന് കാണുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻസിനെ പറ്റി പറയാനുണ്ടായിരുന്നത്. ഇനി അതിൽ വരുന്ന സെക്കൻഡ് പാർട്ടാണ് പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ. പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ എന്ന് പറഞ്ഞാൽ കണ്ടക്റ്റൻസ് മെഷർ ചെയ്ത് എൻഡ് പോയിന്റ് കാണുന്ന ഒരു ടൈപ്പ് തന്നെയാണ്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ രണ്ട് ആൾക്കാരും കൂടെ റിയാക്ട് ചെയ്തിട്ട് ഒരു പ്രസിപ്പിറ്റേറ്റ് ആണ് ഫോം ചെയ്യാമെന്ന് മാത്രം. ഓക്കെ, ഇപ്പം നമ്മളിവിടെ എക്സാമ്പിളാക്കി പറയണത് KCl വേഴ്സസ് സിൽവർ നൈട്രേറ്റ് ആയിട്ടുള്ള, KClഉം സിൽവർ നൈട്രേറ്റും ആയിട്ടുള്ള ടൈട്രേഷനാണ്. ഇവിടെ നമ്മൾ KCl എടുക്കുന്നത് നമ്മളെ കണ്ടക്ടോമെട്രിക് സെല്ലിലും സിൽവർ നൈട്രേറ്റ് ബ്യൂററ്റിലുമാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ KClലേക്ക് സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? അവിടെ AgCl, സിൽവർ ക്ലോറൈഡ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറുന്നു. ഇങ്ങനെ ആരോ മാർക്ക് താഴേക്ക് കാണിച്ചാൽ പ്രസിപ്പിറ്റേറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ AgCl പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറുന്നു, K+ഉം NO3 ഉണ്ടാവുന്നു. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടുത്തെ പ്ലോട്ടാണിത്, ഇവിടുത്തെ ഗ്രാഫ്. ഈ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. ആദ്യം ഒരു കോൺസ്റ്റൻറ്റ് ലൈനാണ് കാണുന്നത്. ഈ കോൺസ്റ്റൻറ്റ് ലൈൻ കാണാൻ കാരണം ഇവിടെയുള്ള K+ ആൻഡ് Cl- Cl- അയോൺസിനും NO3- അയോൺസിനും സെയിം മൊബിലിറ്റിയാണ്, സെയിം സ്പീഡാണ്. ആ സ്പീഡ് സെയിം ആയ കാരണമാണ് ബ്യൂററ്റിൽ നിന്നും സെല്ലിലേക്ക് KCl IgNO3 ആഡ് ചെയ്യുന്ന സമയത്ത് സ്പീഡ്, രണ്ടിൻ്റെയും സ്പീഡ് ഈക്വൽ ആയ കാരണം കണ്ടക്റ്റൻസ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് പോകും. ഓക്കെ, അതിനുശേഷം ഒരു ലാർജ് ഇൻക്രീസ് ആണ് കാണിക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? ഈ AgCl മൊത്തം പ്രസിപ്പിറ്റേറ്റ് ആയി മാറിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ AgCl ആഡ് ചെയ്യുന്ന സമയത്ത്, AgNO3 ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫ്രീ ആയിട്ടുള്ള Ag+ അയോൺസും NO3- അയോൺസും ഫോം ചെയ്യും. അപ്പോൾ ഇവർ രണ്ടാളും ഫ്രീ ആണ്, ഫ്രീ ആയിട്ട് മൂവ് ചെയ്ത് കണ്ടക്റ്റൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ കണ്ടക്റ്റൻസിൽ ലാർജ് ഇൻക്രീസ് കാണിക്കും. ഇപ്പോൾ ഇവിടെയാണ് ഈ ഇൻ്റർസെക്ഷൻ പോയിന്റിലാണ് ഇതിന് എൻഡ് പോയിന്റ് വരുന്നത്. അപ്പോൾ ഇതാണ് പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ. ഇവിടെയും കണ്ടക്റ്റൻസ് മെഷർ ചെയ്തിട്ട് തന്നെയാണ് പ്ലോട്ടിൽ വരച്ചിട്ടാണ് നമ്മൾ എന്ത് കാണുന്നത്? എൻഡ് പോയിന്റ് കാണുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയാനുള്ളത്. അഡ്വാൻറ്റേജസ് ഓഫ്, ഇത് ചോദിക്കാറുണ്ട് 2 മാർക്കിന്. അഡ്വാൻറ്റേജസ് ഓഫ് കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ 5 അഡ്വാൻറ്റേജസ് ഉണ്ട്. 5 നമുക്ക് അറിയാവുന്ന ഇപ്പം പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്നാമത്തെ അപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ കളേർഡ് സൊല്യൂഷനാണ് എടുക്കുന്നതെങ്കിൽ കളേർഡ് സൊല്യൂഷൻ എൻഡ് പോയിന്റ് സാധാ ഫിനോഫ്തലിനും അതുപോലെ തന്നെ മീഥൈൽ ഓറഞ്ച് ഒക്കെ വെച്ച് കാണാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സമയത്ത് അത്തരം സൊല്യൂഷൻ്റെ കണ്ടക്റ്റൻസ് മെഷർ ചെയ്ത് നമുക്ക് എൻഡ് പോയിന്റ് കാണാൻ പറ്റും. അതാണ് ഫസ്റ്റ് അപ്ലിക്കേഷൻ. രണ്ടാമത്തെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം വെരി ഡൈല്യൂട്ട് സൊല്യൂഷൻ്റെ എൻഡ് പോയിന്റ് കാണാൻ ബുദ്ധിമുട്ടാണ് സാധാ നമ്മളിപ്പം ഫിനോഫ്തലിനും മീഥൈൽ ഓറഞ്ചും വെച്ചിട്ടുള്ള ടൈട്രേഷനിൽ. കാരണം വെരി ഡൈല്യൂട്ട് ആണെങ്കിൽ എൻഡ് പോയിന്റ് കാണൂല, കളർ വെരി ലൈറ്റ് കളർ ആയിരിക്കും, നമുക്ക് എൻഡ് പോയിന്റ് അങ്ങ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റൂല. അത്തരം സൊല്യൂഷൻ്റെ നമുക്ക് കണ്ടക്റ്റൻസ് മെഷർ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എൻഡ് പോയിന്റ് കാണാൻ പറ്റും. മൂന്നാമത്തെ എന്താണെന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്ററിനെ പറ്റിയാണ്. ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റാത്തത് കണ്ടക്റ്റൻസ് മെഷർ ചെയ്ത് കാണാൻ പറ്റും. നാലാമത്തെ എന്താണെന്ന് വെച്ചാൽ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ. അപ്പോൾ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷനിൽ പോലും കണ്ടക്ടോമെട്രി മെഷർമെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. അഞ്ചാമത്തത്, ഇത് ഈ ഒരു മെത്തേഡിൽ നമ്മൾ എൻഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നത് ഗ്രാഫിക്കലി ആണ്. ഗ്രാഫ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഗ്രാഫ് വരച്ചിട്ട് അതിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് എൻഡ് പോയിന്റ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ണുകൊണ്ട് കാണുന്നത് മേ ബി എൻഡ് പോയിന്റ്
ഒന്നില്ലെങ്കിൽ ഡ്രോപ്പ് ആഡ് ചെയ്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടേക്ക് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എൻഡ് പോയിന്റ് ഒക്കെ മാറിയിട്ടുണ്ടാവും, അതിൻ്റെ വാല്യൂസ് ഒക്കെ മാറിയാണ്, ചിലപ്പോൾ കൂടുതൽ ആഡ് ചെയ്ത് പോകും, അപ്പോൾ എൻഡ് പോയിന്റ് വ്യത്യാസപ്പെടും. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. നമ്മൾ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കുന്ന കാരണം മോർ ആക്യുറേറ്റ് ആയിരിക്കും വാല്യൂ. അപ്പോൾ ഇത്രയും അപ്ലിക്കേഷൻസ് ആണ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആണ് നമുക്ക്